ഒരു കുഞ്ഞു പറക്കാൻ പോകണമെന്നറിഞ്ഞ സന്തോഷം മുഴുവൻ ഇങ്ങനെ ഇല്ലാണ്ടായി. ഇനിയിപ്പോ എങ്ങനെ അധ്വാനിച്ച് ജീവിക്കും അവൻ? തറവാട് അവളുടെ പേരിൽ മാറ്റി വെച്ചത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക. ദുരഭിമാനം കൊണ്ട് അവൻ അങ്ങോട്ട് പോവുകയില്ല. ആ വലിയ വീട്ടിൽ ചെന്ന് താമസിച്ച ആഹാരത്തിനുള്ള വകയ്ക്ക് അവരെന്ത് ചെയ്യും മുതലാളി? അപ്പോഴും ഭൂമിയെ തന്നെ അധ്വാനിക്കണ്ടേ? എന്തിന്? സോനയുടെ ഷെയറിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു പങ്ക് അവൾക്ക് കൊടുക്കാൻ ഞാൻ സെലീലോട് പറയും. കമ്പനിയിൽ രണ്ടാൾക്ക് ജോലിയും കൊടുക്കാം. അതെങ്ങനെ? കാടാണ് പെറ്റമ്മ എന്നും പറഞ്ഞ് രണ്ടും ഒരേ വാശിയിലല്ലേ? ഓരോരുത്തരുടെ മനസ്സല്ലേ അച്ഛാ. ഈ മണ്ണ് വിട്ടു പോവാൻ അച്ഛന് കഴിയില്ലല്ലോ. ആ മനസ്സല്ലേ ചിന്നൂനും കിട്ടൂ. അതും നേരാ. എന്നാലും മോളെ, അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ വല്ലാത്ത വിങ്ങല. സെലീലെ പോലെ തന്നെ കഴിയാൻ അവകാശമുള്ള കുട്ടിയല്ലേ അവള്. അവകാശങ്ങളൊന്നും ഒരിക്കലും ചോദിച്ചു വാങ്ങില്ല എന്ന് മാത്രമല്ല, നിർബന്ധിച്ചു കൊടുത്താൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? നീയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആ കാട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരട്ടെ അവള്. തറവാട്ടിലെ ആള് വലക്കവും വെളിച്ചവും ഉണ്ടായാൽ, അനന്തൻ്റെയും അവൻ്റെ അമ്മയുടെയും കുഴിമാടത്തിൽ വിളക്ക് കത്തിക്കാൻ ഒരാളുണ്ടായാൽ അത് തന്നെ ഒരാശ്വാസമാവും എനിക്ക്. ഈ അവസ്ഥയൊന്ന് മാറട്ടെ അച്ഛാ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കും ഇനി ആ തറവാട്ടിലേക്ക് തന്നെ പോണം. അവിടെ കിടന്നു വേണം എനിക്കും. ബോബ, എനിക്ക് നീരേറ്റിൽ വരെ ഒന്ന് പോണം. എന്താ ഇപ്പൊ വിശേഷിച്ച്? ഈ ഉണ്ടായതൊന്നും വിശേഷങ്ങളല്ലേ. കരുമന്റെ ഒരു കൈ നഷ്ടപ്പെട്ടതിന്റെ അർത്ഥം എന്നെ പോലെ തന്നെയുള്ള അപ്പൂപ്പന്റെ ഒരു പേരക്കുട്ടിയുടെ ഭർത്താവിന്റെ കൈ നഷ്ടപ്പെട്ടുവെന്ന്. അതിന് കാരണക്കാരനോ മറ്റൊരു പേരക്കുട്ടിയുടെ അമ്മായിയപ്പൻ. അവിടം വരെ ഒന്ന് ചെന്ന് അപ്പൂപ്പനെ ആശ്വസിപ്പിക്കാൻ ഇത്രയും വിശേഷങ്ങൾ പോരെ? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാനും കൂടി അപ്പച്ചനെ ഒളിപ്പിക്കാൻ കൂട്ടുന്ന മട്ടില്. ഇനിയിപ്പോ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതുകൊണ്ട് കരുമനും ചിന്നൂനും ഉണ്ടായ നഷ്ടം തിരിച്ചെടുക്കാൻ പറ്റൂ? സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ബോബൻ, അല്ലാതെ ദേഷ്യപ്പെടുന്നൊന്നുമല്ല. പിന്നെ മമ്മി എനിക്കൊന്ന് കാണണം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം മമ്മിയോട് അപ്പൂപ്പനോട് പറഞ്ഞിട്ടില്ല. ഇനി അത് താമസിപ്പിച്ച രണ്ടാളും പിണങ്ങും. അതെന്താ ഇത്രയും ദിവസമായിട്ടും പറഞ്ഞേ? അതിനൊരു സാവകാശം കിട്ടണ്ടേ? നിൽക്കാതുള്ള ഓട്ടമായിരുന്നില്ലേ? എന്തായാലും സസ്പെൻഷനോടെ ഓട്ടം നിലച്ചു. ഇനിയിപ്പോ ബന്ധുവീടുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങണം. സെലീന, ഇനിയിപ്പോ അപ്പച്ചൻ അറസ്റ്റ് ചെയ്താ എന്തായിരിക്കും അവസ്ഥ? അപ്പച്ചന്റെ അവസ്ഥയോ എന്റെ അവസ്ഥയോ? അത് രണ്ടും. എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോ പോലീസിന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. ബോബന്റെ അപ്പച്ചൻ ആദിവാസി സെറ്റിൽമെന്റിനോട് ചേർന്ന കാട്ടിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന്. SI ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും പിടിക്കണമെന്ന് ഫ്രാൻസിസിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. തടിയായിരുന്നു എന്റെ മലങ്കാളി. കരിവീട്ടി പോലിരുന്ന എന്റെ കരുമനോട് എന്നാത്തിനായി ചതി ചെയ്തത്? ആ ദുഷ്ടപിശാചിന്റെ തലയില് തീമഴ പെയ്ക്കാത്തതെന്താ? എന്റെ മലങ്കാളി, എനിക്കിത് സഹിക്കാൻ മേലെ. മുത്തി ഒന്ന് മിണ്ടായി. നീ പേടിക്കണ്ട ചിന്നു. ഈ മുറിവൊന്ന് കരിഞ്ഞോട്ടെ. ഒരു കൈയിലേ തളർന്നിട്ടുള്ളൂ. ഒറ്റ കൈയും വെച്ച് അധ്വാനിച്ച് ഞാൻ നിന്നെ പോറ്റും. നിന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെ. അതിനൊരു കൈ മതി കരുമന്. എന്റെ മലമുത്തി, ഞാൻ
ചങ്കു പൊട്ടിച്ചാവേ, എനിക്ക് സഹിക്കാൻ മേലേ. നിർത്ത് മുത്തി, നിർത്താൻ. പോകരുത്, പോകാനാ പറഞ്ഞ. കൈവണ്ണപ്പെക്കട്ടെ ചിന്നു. നീ നീ എന്നെ വെറുക്കായിരുന്നാ മതി. അങ്ങനെ പറയല്ലേ കരിമ. നിന്നെ ഞാൻ വെറുക്കാൻ തുടങ്ങി പിന്നെ ഈ ചിന്നുവിന്റെ നെഞ്ചിലും മിടിപ്പ് കാണത്തില്ല. ഒരു കൊലയാളിയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഈ കൈ തളർന്നത് ഈ നാടിന് വേണ്ടിയാണെന്നാ ഞാൻ കരുതുന്നത്. എത്രയോ പട്ടാളക്കാർക്കും പോലീസുകാർക്കും ഒക്കെ കൈയും കാലും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനൊരു സങ്കടം നമുക്ക് വന്നെങ്കിലും ഇനി അതിൽ നമുക്ക് അഭിമാനിക്കാൻ ശ്രമിക്കാൻ കരുമ. ആ അഭിമാനത്തിൽ നിറയെ നിന്നോടുള്ള സ്നേഹം ഉണ്ടാവും. ഇത് കേട്ടാ മതി ചിന്നു. എനിക്ക് നിന്റെ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഒത്തിരി ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റും എനിക്ക്. എന്തിനാ കരുമ നമുക്ക് ധൈര്യക്കുറവ്? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ജീവിക്കാനുള്ള വക ഈ കാട് തരും. പിന്നെ എന്തിനാ നമുക്ക് പേടി? നേരാ ചിന്നു, നമ്മൾ ആരെയും പേടിക്കത്തില്ല. ഈ കാടിന്റെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം നമ്മൾ ആരെയും പേടിക്കാതെ ജീവിക്കും. ജീവിക്കാൻ ഒരു കൈ മതി എനിക്ക്. പക്ഷെ എന്താ കരുമ? എന്റെ ചിന്നുവിനെ സ്നേഹിക്കാൻ എനിക്ക് 2 കൈ വേണമായിരുന്നു. നീ വിഷമിക്കണ്ട കരുമ. എന്റെ 2 കൈ കൊണ്ടും എന്നും ഞാൻ നിന്നെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഞാൻ മരിക്കും വരെ ഞാൻ എന്റെ കരിമന്റെ നെഞ്ചിൽ നിന്ന് മാറുകയല്ല. എന്റെ കരിമനല്ലാണ്ട് എനിക്ക് മറ്റാരുമില്ല. നിന്റെ കൈ തളർന്നത് ഒരിക്കലും ഒരു കുറവായിട്ട് എനിക്ക് തോന്നുകയില്ല. ഒരിക്കലും ഒരിക്കലും നീ മറുത്ത് ചിന്തിക്കരുത്. എന്റെ നെഞ്ചിലെ അവസാന ശ്വാസം പോലും നിനക്കുള്ളതാ കരുമ. നിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഈ അപ്പൂപ്പനില്ല. ഫിലിപ്പോസിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നെ ഒളിപ്പിച്ച് താമസിപ്പിക്കുമോ നീയെ? ഇല്ല. നേരെ പിടിച്ചോണ്ട് പോയി കോടതി ഹാജരാക്കും. കപടമായ നീതിബോധമൊന്നും എൻ്റെ കുഞ്ഞിനില്ല എന്ന് അപ്പൂപ്പൻ അറിയാം. എന്നാലും മുതലാളി, ഈ സസ്പെൻഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നാട്ടുകാർ കരുതും ഈ കുഞ്ഞ് ഏതാണ്ട് അതിക്രമം കാണിച്ചിട്ടാണെന്ന്. ഈ നാട്ടുകാർ പറയത്തില്ല, ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞെന്നിരിക്കും. ഗ്രഹണ സമയത്ത് നീർക്കോലിയും പത്തിവെടുത്തിരിക്കും. ആയിക്കോട്ടെ, എന്നും ഗ്രഹണമല്ലല്ലോ. ഞാനെന്തായാലും 1 വർഷത്തെ ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പൂപ്പ. പിന്നെ ഒരു വിശേഷം പറയാനുണ്ട്. അറിഞ്ഞിട്ട് 2 ആഴ്ചയായി. പക്ഷേ ടെൻഷൻ കാരണം ഞാൻ പോലും മറന്നുപോയിരുന്നു. എന്താ കുഞ്ഞേ? ഞാൻ അപ്പൂപ്പനെ വല്യപ്പൂപ്പ എന്ന് വിളിക്കാൻ ഒരാളെ തരാൻ പോവാ. ഭഗവാനെ, ഭഗവാൻ അനുഗ്രഹിച്ചു. നന്നായി. അങ്ങനെയാണെങ്കിൽ നീ ഈ ജോലി രാജിവെച്ചാലും വേണ്ടില്ല. മുതലാളിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കുഞ്ഞെ, ഇങ്ങനെ ഓരോരുത്തരുടെ ആട്ടും തുപ്പും സസ്പെൻഷനും ഒക്കെ സഹിക്കേണ്ട വല്ല കാര്യം കുഞ്ഞിനുണ്ടോ? സർക്കാർ തരുന്നതിന്റെ 10 ഇരട്ടി കമ്പനി നേരാവണ്ണം നടത്തിക്കൊണ്ട് പോയാൽ കിട്ടിയില്ലേ? അതും സ്വന്തം കമ്പനി. ഒരുത്തരും വരില്ല സസ്പെൻഡ് ചെയ്യാൻ. ഞാനും കേശുവും ഒക്കെ എടുക്കാത്ത നാണയങ്ങളാ. ഇക്കാര്യത്തിൽ മോള് തന്നെ ഒരു തീരുമാനം എടുത്താൽ മതി. കാലചക്രം കറങ്ങി വരുമ്പോൾ സംഭവങ്ങൾ ആവർത്തിക്കുമെന്നാ പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അപ്പൂപ്പന് ഒന്നേ പറയാനുള്ളൂ, മുമ്പ് സംഭവിച്ചത് തന്നെ എൻ്റെ കുഞ്ഞിന് സംഭവിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഈ ജോലി വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാ നല്ലത്. ഇനി ഒരാപത്തും വരില്ല അപ്പൂപ്പ.
ഞാൻ ശ്രദ്ധിച്ചോളാം. ഉം. പണ്ടത്തെ അനുഭവം ഒരു പാഠം തന്നെയല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാഠം. ആ അത് ഓർമ്മയുണ്ടായാ മതി. സോഫി കുഞ്ഞിന് വിരോധമില്ലെങ്കിൽ കുഞ്ഞും ബോബനും കൂടി ഇവിടെ വന്ന് താമസിക്കട്ടെ മുതലാളി. ആ ആയിക്കോട്ടെ, ആ, ആർക്കും ഒരു വിരോധം ഉണ്ടാവില്ല. ആ അല്ല, സോഫിയോട് പറഞ്ഞില്ലേ നിന്റെ പുതിയ വിശേഷം? ഇല്ല പപ്പ, ഞാൻ തന്നെ ഇത് മറന്നുപോയതാന്ന് പറഞ്ഞില്ലേ. ആ എങ്കിൽ ഒട്ടും താമസിക്കണ്ട. ആദ്യം നിന്റെ അമ്മച്ചിയോട് തന്നെ വേണ്ട ഇതൊക്കെ പറയാൻ. എനിക്ക് പേടിയാ പപ്പ. ഒരു വലിയ അപകടം മമ്മിക്ക് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അഥവാ മമ്മിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയ പ്രഷർ കൂടി വല്ല അപകടവും. നിന്റെ അമ്മച്ചി ഇപ്പൊ പഴയ പോലൊന്നും അല്ല. തലക്കടിച്ച നിതിൻ്റെ അടുത്ത് പോലും ഉപദേശം കൊണ്ട് പുറകെ നടക്കുക. മമ്മി അകത്തുണ്ടോ കേശു മാമ? കിടപ്പാ, തലവേദന ആണെന്ന് പറഞ്ഞു. കേശു, ഓ, എന്താ മുതലാളി? സന്ധ്യയാകുമ്പോഴേ വാതിലൊക്കെ അടച്ചേക്കണം. ആ. ഭ്രാന്ത് മൂത്ത് ഒളിച്ചു കിടക്കണ ഫിലിപ്പോസ് ഇനി എന്തൊക്കെ അപകടങ്ങളാ വരുത്തി വെക്കാൻ പോണെന്ന എൻ്റെ ആശങ്ക. മമ്മി, ബാമ്പുരട്ടി തരണം മമ്മി. വേണ്ട മോളെ, തലയ്ക്കകത്താ വേദന. ചിലപ്പോ എന്തോ കുത്തിക്കൊള്ളുന്ന പോലെ തോന്നും. എപ്പോഴും ഇല്ല, എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ വന്നാ ഉടൻ തുടങ്ങും തലയ്ക്കകത്ത് വല്ലാത്തൊരു തരം പെയിൻ. പിന്നെ ഒന്ന് ഉറങ്ങിയാലേ അത് മാറിക്കിട്ടും. മമ്മി, അത് അടികൊണ്ടതിന്റെ സൈഡ് എഫക്ട്സ് ആയിരിക്കുമോ? ഏയ്, എത്ര തവണ സ്കാൻ ചെയ്തതാ, അതൊന്നും ആയിരിക്കത്തില്ല മോളെ. നീ ചുമ്മാ പേടിക്കണ്ട. നീ എന്താ കരുതുന്നേ, മമ്മി ഇപ്പോഴും ചെറുപ്പമാണെന്നോ? പ്രായമാകുമ്പോ ശരീരത്തിന്റെ ശക്തിയൊക്കെ കുറയും. അപ്പോ അതുവരെ മാറി നിന്ന രോഗങ്ങളൊക്കെ അകത്തേക്ക് നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കും. അതിന്റെ മുന്നോടിയായിരിക്കും ഈ തലവേദന. പറയുന്ന കേട്ടാ തോന്നും അപ്പൂപ്പന്റെ അതേ പ്രായമാണെന്ന്. മമ്മി പ്ലീസ്, ചുണയും പഴയ ദേഷ്യവും ഒക്കെയുള്ള എന്റെ മമ്മി എനിക്ക് തിരിച്ചു വേണം. മമ്മി കാഴ്ചയിൽ എന്റെ ചേച്ചിയാണെന്നേ തോന്നുന്ന ബോബൻ പറയാറ്. മനസ്സിനും കൂടെ തോന്നണ്ടേ ചെറുപ്പമാണെന്ന്? അത് വേണം. മമ്മി ഇങ്ങനെ മുറിയടച്ചിരുന്നിട്ട് വെറുതെ മെന്റൽ ഡിപ്രഷൻ ആവുന്നത്. അപ്പൂപ്പൻ പോലും ഇങ്ങനെ മുറിയടച്ചിരിക്കാറില്ല. വയ്യ മോളെ. ആ ഫിലിപ്പോസിനെ പിടിച്ചോ? ഇല്ല മമ്മി, അയാള് കാട്ടിലെവിടെയോ ഒരു ഒളിത്താവളം കണ്ടെത്തിയിട്ടുണ്ട്. കരിമന്റെ കൈവെട്ടിയ കാര്യം മമ്മി അറിഞ്ഞില്ലേ? കൃഷ്ണമാമൻ പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ പോലീസ് അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സസ്പെൻഷനായ ശേഷം ഞാൻ അതൊന്നും കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പിന്നെ മമ്മി, 2 ആഴ്ച മുമ്പ് ഞാൻ അറിഞ്ഞൊരു കാര്യം എനിക്ക് മമ്മിയോട് പറയണം. അതിനെന്താ ഒരു മുഖവുര? നീ കാര്യം പറയേ. അത് മമ്മി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൂപ്പനോട് പറഞ്ഞപ്പോ വലിയ സന്തോഷായി. ആ സന്തോഷം എനിക്കുണ്ടായാലെന്താ? മമ്മിയോട് പറയാൻ എന്താ ഒരു മടി പോലെ? എനിക്കിനി ഒരു കുഞ്ഞുണ്ടാവത്തില്ലെന്നായിരുന്നു ആ ഡോക്ടർ പറഞ്ഞേ. ഞാനും ഇനി ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചതുമല്ല. ഇതൊക്കെ നീ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ? അതല്ല മമ്മി, ടീനയുടെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു തുടങ്ങിയതാ. അതത്ര നല്ല കാര്യമാണെന്ന് മമ്മി പറഞ്ഞില്ല. മമ്മി, എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ടായ മമ്മിക്കത് ഇഷ്ടമാവോ? നീ പറഞ്ഞു വരുന്നത്? അത് നോ, വേണ്ട, പറയണ്ട. നിന്റെ ഡാഡിയെ കൊന്ന ബോബന്റെ കുഞ്ഞിനെ നീ പ്രസവിക്കാൻ പോകുന്നെന്ന് പറയുന്ന ഭാവമെങ്കിൽ അത് വേണ്ട. എനിക്കത് താങ്ങാനാവില്ല മോളെ. മമ്മി പ്ലീസ്. നോ, യു മേ ഗോ നൗ.